ഗോവിന്ദസ്വാമിയെ ജയിലിന് പുറത്തേക്ക് എത്തിക്കുകയാണ്. അയാളെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് അയാളെ പുറത്തേക്ക് എത്തിച്ച് അതീവ സുരക്ഷയുള്ള ഒരു പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നു. ഒരുപാട് പോലീസുകാരുണ്ട്. ഈ നിറയെ സുരക്ഷാ സേനയുണ്ട്. പ്രത്യേക വാഹനത്തിലേക്ക് അയാളെ കയറ്റിയിട്ടുണ്ട്. ഇനി വിയ്യൂർ സെൻട്രൽ ജയിലിലേക്കാണ് ഇയാളെ എത്തിക്കുക. ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയതിനൊക്കെ ശേഷം ഇയാളെ തിരികെ വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെ എത്തിച്ചിരുന്നു. ഇന്ന് ഇപ്പോൾ ആ വാഹനം പുറപ്പെട്ടു. ഈ ഗോവിന്ദസ്വാമിയുമായുള്ള വാഹനം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ് വിയ്യൂരിലേക്ക്. നിഖിലുണ്ട്. നിഖിലെ പറയാം, അങ്ങനെ ഗോവിന്ദസ്വാമിയെ വിയ്യൂരിലേക്ക് മാറ്റിയിരിക്കുന്നു അല്ലേ? വാഹനം പുറപ്പെട്ടിരിക്കുന്നു. അതേസമയം ചെയ്തു ആ വാഹനം ഇപ്പോൾ ഗോവിന്ദസ്വാമിയുമായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് കടന്നിരിക്കുകയാണ്. നമുക്കറിയുന്നത് പോലെ വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന സമയമാണ്. മാത്രമല്ല വലിയ രീതിയിൽ ചർച്ചയായി. കണ്ണൂർ സെൻട്രൽ ജയിലിനകത്തുണ്ടായ സുരക്ഷാ വീഴ്ച വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് ശേഷം ഇന്നലെ നമ്മൾ കണ്ടതാണ് ഈ ജയിൽ ചാടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതിനുശേഷം പിടികൂടി കോടതിയിൽ ഹാജരാക്കുന്നു. പിന്നീട് റിമാൻഡ് ചെയ്ത് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ വിയ്യൂർ ജയിലിലേക്ക് മാറ്റുകയാണ്. ഏതായാലും കണ്ണൂർ സെൻട്രൽ ജയിലിലുണ്ടായിരുന്ന സുരക്ഷാ വീഴ്ചകൾ അത് വലിയ ചർച്ചയായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്.